ഏറ്റവും കൂടുതൽ അംബേദ്കറെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത് അംബേദ്കറുടെ ജാതീയമായിട്ടുള്ള പല പരാമർശങ്ങളെക്കുറിച്ചാണ്. ഹിന്ദു മതത്തിനെക്കുറിച്ച്, ചാതുർവർണ്ണീയ വ്യവസ്ഥയെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച്, ജാതി അതിലുണ്ടായിരുന്ന ഉച്ചനീചത്വത്തിനെക്കുറിച്ച്, അതുകൊണ്ട് സമൂഹത്തിൻ്റെ താഴേക്കിട മേലേക്കിട എന്നുള്ള വിഭജനം ഉണ്ടായതിനെക്കുറിച്ച്, അതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി അതിനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ നമ്മൾ എവിടെ വരെ എത്തി, ഇനി എന്ത് ചെയ്യണം. ഇത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വളരെ ശക്തമായിട്ട് അംബേദ്കറിനെ അനുകൂലിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഹിന്ദു മതത്തിനെ, സനാതന ധർമ്മത്തിനെ ഒക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു, എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല, ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചില്ല എന്ന ചോദ്യം വിവാദകരമായ കുറേ പരാമർശങ്ങൾ ശ്രീജിത്ത് നടത്തുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് അതിൻ്റെ വേദി ഇതല്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം ഇവിടെ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി.